അപ്പോൾ അങ്ങനെ ഒരു മാസത്തിന് ശേഷം വണ്ടി വീണ്ടും പുറത്തേക്ക് എടുത്തേക്കാം കേട്ടോ. മൊത്തം കുറച്ച് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, പാച്ച് വർക്ക് ഉണ്ടായി, പിന്നെ ഒന്ന് എന്താ പറയുക ചെറിയ മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടായി. അപ്പോൾ അതിനേക്ക് വേണ്ടി വണ്ടി ഒന്ന് സെറ്റാക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് പാച്ച് വർക്കാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് ചെയ്യണത്. അവിടെ എല്ലാം ചെയ്യും, പെയിൻറ്റിങ് കൊണ്ട് പാച്ച് വർക്കും കൊണ്ട്. അപ്പോൾ ഞാൻ തന്നെ വീട്ടിൽ ഇതുപോലെ വണ്ടിയുടെ ഡാഷ്ബോർഡും ബാക്കിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ അയച്ചു വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി ഓടിച്ച് കൊണ്ടുപോകാൻ വേറെ പാടാണെന്നുണ്ടോ. ഞാൻ പറഞ്ഞില്ല, ലെഫ്റ്റ് സൈഡിൽ ആ ഷോക്കിൻ്റെ പോർഷനാണ് കംപ്ലീറ്റ് വിട്ടിരുന്നത്. അപ്പോൾ അത് വണ്ടി കട്ടറ ചാടുന്നവരും ഭയങ്കര സൗണ്ടായിരുന്നു. പിന്നെ കുഴപ്പമുണ്ടായില്ല. പിന്നെ വണ്ടിയുടെ ശരിക്കും പറഞ്ഞാൽ ഒരു മാസം വീട്ടിൽ കിടന്ന വണ്ടിയാണ്. അപ്പോൾ കംപ്ലീറ്റ് ആകെ ചെളിയും പൊടിയൊക്കെയായിരുന്നു വണ്ടിയുടെ അടിയിൽ. പാച്ച് വർക്ക് ചെയ്യണമെങ്കിൽ എന്താണെങ്കിലും അടി പോർഷൻ കംപ്ലീറ്റ് കൊണ്ട് വാഷ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു പ്രകാരത്തിൽ നമ്മൾ വണ്ടി അങ്ങോട്ട് ഓടിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും ഒരു 2-3 ദിവസമാണ് പിടിക്കുമെന്ന് പുള്ളി പറഞ്ഞേക്കണേ. അപ്പോൾ അത് പ്രകാരം നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി എന്താ പറയുക, പിന്നെ അത് നേരെ വാഷ് ചെയ്യാൻ വേണ്ടി വണ്ടി കൊണ്ടുപോയി. അതിൻ്റെ അടി കംപ്ലീറ്റ് ചെളിയായിരുന്നുണ്ടോ. ഞങ്ങൾ ഒരു 10-12 മണിക്കൂറിന് ശേഷം വണ്ടി കയറ്റി അത് കിട്ടി. പിന്നെ നേരെ അത് കഴിഞ്ഞ് പിന്നെ വണ്ടി അവിടെ കൊണ്ടുപോയി കിട്ടും നമ്മൾ. അപ്പോൾ ശനിയാഴ്ചക്കുള്ളിൽ വണ്ടി കിട്ടുമെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ കിട്ടിയിട്ട് ബാക്കിത്തെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, അതൊരു ചെറിയൊരു കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരെല്ലാവരും നമുക്ക് റിക്വസ്റ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഷോർട്ട് ബൈ.